പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ബറാക്ക ബൈബിൾ ബൈറ്റ്സിന്റെ മറ്റൊരു അനുഗ്രഹിക്കപ്പെട്ട അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വാഗ്ദത്ത ദേശമായ കനാൻ ഉറ്റുനോക്കുവാനായിട്ട് 12 തെരഞ്ഞെടുക്കപ്പെട്ട ഗോത്രപ്രഭുക്കന്മാരെ മോശ അവിടെ അയക്കുകയും അവർ തിരികെ വന്ന് അവർ പറഞ്ഞത് ഇങ്ങനെയാണ്. അവർ കണ്ണാലെ കണ്ട വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവരിങ്ങനെ പറഞ്ഞു: ദേശം പാലും തേനും ഒഴുകുന്നതാണെങ്കിലും ഒരു പ്രശ്നമുണ്ട്. അവിടുത്തെ ദേശനിവാസികൾ അനാക്യ മല്ലന്മാരാണ്. പട്ടണം ഉറപ്പുള്ളതാണ്. നമ്മൾ അവരുടെ മുമ്പിൽ വെട്ടിക്കിളികളെ പോലെ തോന്നുന്നു. ചുരുക്കി പറഞ്ഞാൽ ആ വാഗ്ദത്ത ദേശം നമ്മൾ വിചാരിക്കുന്ന പോലെ അവകാശമാക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇവർ പറഞ്ഞ ഈ വസ്തുതകൾക്ക് സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിൽ കർത്താവ് കൊടുത്തിരിക്കുന്ന പേര് ദുർവർത്തമാനം എന്നാണ്. ഈ പ്രഭാതകാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവം നൽകുന്ന വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി നമ്മുടെ കണ്ണുകൊണ്ട് നാം കാണുന്ന വസ്തുതകൾ നാം പറഞ്ഞാലും ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ വാഗ്ദത്തത്തിന് വിരോധമായി സംസാരിക്കുന്ന എല്ലാ വാക്കുകളെയും ദൈവം ദുർവർത്തമാനമായി എണ്ണുന്നു. പകൽക്കാലം നമ്മുടെ കണ്ണാലെ കാണുന്ന കാര്യങ്ങൾ അസാധ്യമാണെങ്കിലും ദൈവിക വാഗ്ദത്തങ്ങൾക്ക് അത് വിരോധമാണെങ്കിൽ നാം ആ വസ്തുതകൾ പറയരുത്. വാഗ്ദത്തങ്ങളിൽ മാത്രം ഉറച്ചു നിൽക്കുക. ആ ദുർവർത്തമാനം പറഞ്ഞ 10 പേരും വാഗ്ദത്തം പ്രാപിക്കാതെ പോയപ്പോൾ അനുകൂലമായി പറഞ്ഞ യോശുവയും കാലേബും മാത്രം വാഗ്ദത്തം പ്രാപിച്ചതുപോലെ ദൈവിക വാഗ്ദത്തങ്ങളോട് ചേർന്ന് നടക്കുന്ന വിശ്വാസത്തിന്റെ വാക്കുകൾ മാത്രം പറയുക. ഗോഡ് ബ്ലസ് യു ഓൾ.